പൊതുവെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മൾക്കിടയിൽ രാഷ്ട്രീയക്കാരെ പറ്റി പറയുന്ന തമാശവാചകമുണ്ട്, വെറും വാഗ്ദാനമായിരിക്കും, അതിനപ്പുറത്തൊന്നും ഉണ്ടാവില്ല എന്നുള്ളത്. ഇതൊരു ക്ലീശയായി മാറിക്കഴിഞ്ഞിട്ട് ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മൾ വലിയ ആ, നവോത്ഥാനവും വലിയ പുരോഗതിയൊക്കെ പറയുന്നുണ്ടെങ്കിലും രാഷ്ട്രീയക്കാരനെയും രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വാഗ്ദാനങ്ങൾ കൊടുക്കുക, നടപ്പിലാക്കാതിരിക്കുക എന്ന് പലപ്പോഴും ആളുകൾ പറഞ്ഞു പഴകിയിട്ടുള്ളൊരു വാചകമാണ്. പക്ഷെ അവിടെ നിന്ന് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഓരോ ആളുകളും അവനവൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് ശ്രമിക്കണം എന്നതാണ് ഇൻസൈറ്റിന് ഓർമ്മപ്പെടുത്താനുള്ളത്. കാരണം അസ്സാം വലൈക്കും വറഹമത്തുള്ള. പീസ് റേഡിയോയുടെ ശ്രോതാക്കളെ, ഇൻസൈറ്റ് പ്രോഗ്രാമിൽ ഇന്ന് നിങ്ങളുമായി സംവദിക്കാൻ വിചാരിക്കുന്നത്, നമ്മൾ ഈ കഴിഞ്ഞ മാസമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടന്നത്. കേരളത്തിലുടനീളം ഒട്ടേറെ പുതിയ ആളുകൾ നമ്മളുടെ ഭരണകൂടത്തിൻ്റെ ഏറ്റവും ചെറിയ രൂപമായ തദ്ദേശ സ്ഥാപനങ്ങളുടെ, ഗ്രാമപഞ്ചായത്തുകളുടെ, മുനിസിപ്പാലിറ്റികളുടെ, കോർപ്പറേഷൻ്റെ ഭരണം സിരാ കേന്ദ്രത്തിലേക്ക് ഭരണ കൈയാളുന്ന സാഹചര്യത്തിലേക്ക് വന്നെത്തി കഴിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ചും 50% അതിലധികമോ 51-52% വരുന്ന ആളുകൾ സ്ത്രീകളാണ്, സഹോദരിമാരാണ്. കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ അത്തരം വലിയ മുന്നേറ്റം നമുക്ക് നടത്താൻ സാധിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. ഇങ്ങനെ പുതിയ മനുഷ്യരുമായി ഏറ്റവും അടുത്ത് ഇടപഴകേണ്ടി വരുന്ന ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളോട് എന്താണ് നമുക്ക് അവരോട് സംസാരിക്കാനുള്ളത്? യഥാർത്ഥത്തിലൊരു ഭരണകർത്താവ് എന്നത് എത്ര ചെറിയ പൊസിഷനിൽ നിൽക്കുന്നയാളാണെങ്കിലും വലിയ ബാധ്യതയാണ് എന്ന് തിരിച്ചറിയുക എന്നതാണ് ഓരോ ആളുകളും ഉൾക്കൊള്ളേണ്ട ഒന്നാമത്തെ കാര്യം. അയാളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒട്ടേറെ മനുഷ്യരുടെ പ്രതീക്ഷകളും അവരുടെ ആഗ്രഹങ്ങളും അവർ ജീവിതത്തിൽ അവരുടെ ചെറിയ ഇപ്പോൾ ഒരാളുടെ ഒരു വീടിൻ്റെ ഒരു നമ്പർ ഇടുന്ന കാര്യമായിരിക്കും, ഒരാളുടെ ഒരു ടോയ്ലറ്റുമായി ബന്ധപ്പെട്ട് ഉള്ള അടിസ്ഥാന സൗകര്യം അയാൾക്ക് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടതായിരിക്കും, കാർഷിക സൗകര്യങ്ങൾ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കും. ഇങ്ങനെ വളരെ ചെറിയ കാര്യങ്ങളാണ് നമുക്കറിയാം. ഒരു വാർഡ് തലത്തിൽ അല്ലെങ്കിൽ റോഡ് നന്നാക്കുന്ന കാര്യമായിരിക്കും, ഒരു വഴി വികസിപ്പിച്ചു കൊടുക്കുന്ന, പുതുതായി ഒരു വഴി ഉണ്ടാക്കുന്ന, റോഡ് വെട്ടുന്ന കാര്യമായിരിക്കും. ഇങ്ങനെയുള്ള വളരെ ചെറിയ ആവശ്യങ്ങളാണ് ആളുകൾക്ക് ഒരു പ്രാദേശിക ഭരണകൂടത്തിൽ നിന്ന് ലഭിക്കണം എന്നവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല. അതിനവർ തിരഞ്ഞെടുത്തിട്ടുള്ളൊരു പ്രതിനിധികളാണ് നിങ്ങൾ. നമ്മൾ അല്ലെങ്കിൽ ഇത്തരം ഘട്ടങ്ങളിൽ നിൽക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികളായി നിന്ന് പുതിയ മെമ്പർമാരും ഭരണാധികാരികളുമായി മാറിയ ആളുകൾ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടാവും ആളുകളുമായി സംസാരിക്കുന്ന സമയത്ത്. അത് ഞാൻ ശരിയാക്കാം. അപ്പോൾ പൊതുവെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മൾക്കിടയിൽ രാഷ്ട്രീയക്കാരെ പറ്റി പറയുന്ന തമാശ വാചകമുണ്ട്, വെറും വാഗ്ദാനമായിരിക്കും, അതിനപ്പുറത്തൊന്നും ഉണ്ടാവില്ല എന്നുള്ളത്. ഇതൊരു ക്ലീശയായി മാറിക്കഴിഞ്ഞിട്ട് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മൾ വലിയ നവോത്ഥാനവും വലിയ പുരോഗതിയൊക്കെ പറയുന്നുണ്ടെങ്കിലും രാഷ്ട്രീയക്കാരനെയും രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വാഗ്ദാനങ്ങൾ കൊടുക്കുക, നടപ്പിലാക്കാതിരിക്കുക എന്ന് പലപ്പോഴും ആളുകൾ പറഞ്ഞു പഴകിയിട്ടുള്ളൊരു വാചകമാണ്. പക്ഷെ അവിടെ നിന്ന് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഓരോ ആളുകളും അവനവൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് ശ്രമിക്കണം എന്നതാണ് ഇൻസൈറ്റിന് ഓർമ്മപ്പെടുത്താനുള്ളത്. കാരണം പ്രത്യേകിച്ചും ഇസ്ലാമിക കാഴ്ചപ്പാടിൽ നിൽക്കുന്ന ആളുകൾ, പ്രത്യേകിച്ചിപ്പോൾ മലബാറിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ധാരാളം ആളുകൾ തിരഞ്ഞെടുക്കപ്പെട്ടു വരികയും അത്തരത്തിലുള്ള ആളുകൾക്ക് അതൊരു ദൈവികമായ, ഏതൊരു മതത്തിൻ്റെയും കാഴ്ചപ്പാടിൽ അതുണ്ടാകും. മുസ്ലിം കാഴ്ചപ്പാടിൽ ദൈവികമായ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് ഭരണം എന്നുള്ളത്, ഏതൊരു തലത്തിലുള്ള ഒരു ഉത്തരവാദിത്വം എന്നുള്ളത്. അമാനത്താണ്. അമാനത്ത് എന്നുള്ളത് ദൈവത്തിനു വേണ്ടി ഏറ്റെടുത്തിട്ടുള്ള ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കണം എന്നുള്ളതാണ്. അതേതൊരു തലത്തിലാണെങ്കിലും ആ ഉത്തരവാദിത്വം നിർവഹിക്കണം, സാധ്യമാകുന്ന രീതിയിൽ നിർവഹിക്കണം. നിർവഹിക്കാതിരിക്കാനുള്ള കാരണം എന്ത് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താനും നമുക്ക് ആവേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വ നിർവഹണ രംഗത്ത് വീഴ്ചകളില്ലാതെ നമ്മളൊരു ഉത്തരവാദിത്വം, ഒരു വെൽഫെയർ സിസ്റ്റം, ക്ഷേമരാജ്യ സങ്കല്പം എന്ന് നമ്മൾ പറയുന്ന അത്തരമൊരു സങ്കല്പത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒന്നാമതായി ഏതൊരു ഭരണാധികാരിയുടെ മുമ്പിൽ ഉണ്ടാവേണ്ടത് നീതി എന്ന കാഴ്ചപ്പാടാണ്. നീതി നടപ്പിലാക്കുക എന്നതാണ്. ഇപ്പോൾ നമുക്കറിയാം, മഹാത്മാഗാന്ധി ഇന്ത്യ സ്വതന്ത്രമാവുമ്പോൾ പറഞ്ഞത്, ഞാൻ ഈ രാജ്യത്ത് ആഗ്രഹിക്കുന്നത് ഖലീഫ ഉമറിൻ്റെ വരണമെന്നാണ്. അദ്ദേഹം ഒരു മുസ്ലിം ആയിട്ടല്ല, പക്ഷെ ഖലീഫ ഉമറിനെ വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു
കോട്ടിങ് വരുന്നത്. എന്തുകൊണ്ടാണത് സംഭവിക്കുന്നത്? ഖലീഫ ഉമറിൻ്റെ ഭരണത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നീതി എന്ന 2 വാക്കിലാണ്. അതിൽ അതാണ് യൂഫ്രട്ടീസിൻ്റെ തീരങ്ങളിൽ എവിടെയെങ്കിലും ഒരു ആട്ടിൻകുട്ടി ഭക്ഷണം കിട്ടാതെ വിശന്നു മരിച്ചാൽ, ചത്തുകിടന്നാൽ അതിന് ഞാൻ ദൈവത്തോട് ഉത്തരം പറയേണ്ടി വരുമെന്ന് ആവലാതിപ്പെട്ട, എന്നതിനെക്കുറിച്ച് സങ്കടപ്പെട്ട ഭരണാധികാരിയാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ആ ഒരു നീതിബോധം ഏതൊരു പഞ്ചായത്തിൻ്റെയും ഒരു നഗരത്തിൻ്റെയും, ഇന്ന് ഭരണാധികാരം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതാണെങ്കിലും ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പദവിയോ ഒരു കൗൺസിലർ സ്ഥാനമോ സോഷ്യൽ മീഡിയയിൽ കുറേ ഫോട്ടോ ഇട്ട് ആസ്വദിക്കാനും കുറേ ഫോളോവേഴ്സിന് ഉണ്ടാക്കാനും ഉള്ള ഉപകരണമായി കാണുന്ന ആളുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനപ്പുറത്ത് ഒരു നീതി നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയായിരിക്കും ആ നീതി നമ്മൾ നടപ്പിലാക്കുക? ഒരു പക്ഷേ ഏറ്റവും പാവപ്പെട്ട ഒരു മനുഷ്യനോട്, ഗാന്ധിജി തന്നെ പറഞ്ഞ ഭരണത്തിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളൊരു വികസന പ്രവർത്തനത്തെ സ്വപ്നം കാണുമ്പോൾ, നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ, സമൂഹത്തിലെ ഏറ്റവും ദരിദ്രനിലേക്ക് ഏറ്റവും അയാളെ കണ്ടുകൊണ്ടായിരിക്കണം നിങ്ങൾ ആ വികസന പ്രവർത്തനങ്ങളെ ആവിഷ്കരിക്കേണ്ടത് എന്നുള്ളതാണ്. അയാളിലേക്ക് അതിൻ്റെ നന്മകൾ എത്തുന്നു എന്ന് നിങ്ങൾ ഉറപ്പുവരുത്താൻ സാധിക്കണം എന്നുള്ളതാണ്. ഗ്രാമങ്ങൾ വികസിക്കുമ്പോൾ മാത്രമാണ് ഇന്ത്യ എന്ന മഹാരാജ്യം വികസിക്കുന്നത് എന്ന കാഴ്ചപ്പാടും ഗാന്ധിജി നമ്മളുടെ മുമ്പിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഒരു കാഴ്ചപ്പാടായി മുന്നിൽ വെച്ചു തന്നിട്ടുണ്ട്. ആ കാഴ്ചപ്പാടിനെല്ലാം വികസിപ്പിക്കേണ്ട, അതിനെയെല്ലാം രൂപീകരിക്കേണ്ട ആളുകളാണ് യഥാർത്ഥത്തിൽ ഒരു നഗരത്തിൻ്റെയോ ഗ്രാമത്തിൻ്റെയോ ഭരണാധികാരിയുടെ പദവിയിലിരിക്കുന്ന ആളുകൾ. അപ്പോൾ ആ അർത്ഥത്തിൽ അവർ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒരുപാട് അനീതികളുണ്ട്. ഇപ്പോൾ റോഡിൻ്റെ ഒരു വിഷയം വരുമ്പോൾ തന്നെ അത് ഏറ്റവും അർഹരായ ആളുകളിലേക്ക് അത് എത്തുന്നതിന് തടസ്സം നിൽക്കുന്ന ഒരു പക്ഷേ ആ നാട്ടിലെയോ ആ പ്രദേശത്തെയോ പണമുള്ള സമ്പത്തുള്ള ആളുകളായിരിക്കാം. അവിടെ പ്രാദേശിക ഭരണകൂടത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ ആരുടെ കൂടെയാണ് നിൽക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പാവപ്പെട്ടയാളുടെ കൂടെയാണോ, അതോ പണത്തിൻ്റെയോ തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ഭാവിയിൽ സഹായിക്കേണ്ടയാൾ എന്ന് കരുതപ്പെടുന്നയാളുടെ കൂടെയാണോ എന്നുള്ളതാണ്. അവിടെ നീതിയുടെ കൂടെ നിൽക്കാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, ഈ ഭരണാധികാരത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായൊരു കൗൺസിലറായി അല്ലെങ്കിൽ ഒരു ഒരു പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ബോഡിയിലേക്ക് വരുമ്പോൾ തന്നെ ആ നാട്ടിലെ ഒരു മധ്യസ്ഥൻ്റെ റോളിലേക്ക് കൂടി അയാൾ ഭരണത്തിനപ്പുറത്ത് വരികയാണ്. അവിടെയെല്ലാം അയാൾ ഇപ്പോൾ വിവാഹ തർക്കങ്ങളിൽ ഇത്തരം ആളുകളെയാണ് പൊതുവെ നാട്ടുകാരണവന്മാരുടെ കൂടെ വാർഡ് കൗൺസിലർ കൂടി പ്രത്യേകിച്ചും അത്തരം സദസ്സുകളിൽ പങ്കെടുക്കാൻ അവസരം കിട്ടുകയാണ്. അല്ലെങ്കിൽ സ്വത്ത് തർക്കങ്ങളിൽ ഒരു തീരുമാനം പറയേണ്ട സന്ദർഭങ്ങളിൽ, അതല്ലെങ്കിൽ വഴിത്തർക്കങ്ങളിൽ, ഏറ്റവും വലിയ തർക്കങ്ങളായി വരുന്ന വഴിയുടെ തർക്കങ്ങളിൽ, വഴിയുടെ തന്നെ അതിര് നിർണ്ണയിക്കുന്ന തർക്കങ്ങളിൽ, ഇവിടെയൊക്കെ ഏതെങ്കിലും ആളുകൾക്ക് വേണ്ടി ചാഞ്ഞും ചെരിഞ്ഞും കൊടുക്കുന്ന ആളുകളെയാണ് പൊതുവെ നമ്മൾ ഇത്തരം രംഗങ്ങളിലൊക്കെ ഒരു സത്യസന്ധവും നിഷ്പക്ഷവുമായി നോക്കിയാൽ കാണാൻ സാധിക്കുക. അവിടെ നീതിബോധത്തോടു കൂടി വർത്തിക്കുന്ന ആളുകൾ വളർന്നു വരികയും, അപ്പോൾ പൊതുവേ ആളുകൾ ഇത്തരം നീതിബോധത്തോടു കൂടി സംസാരിക്കാനും നീതിബോധത്തോടെ പ്രവർത്തിക്കാനും ആളുകൾക്ക് വോട്ട് അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് ഒരു തടസ്സമായി നിൽക്കുന്നത് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. നമ്മൾ പലപ്പോഴും പരസ്പരം സംസാരിക്കാറുണ്ട്. അവരതും കൂടി നോക്കിയിട്ടേ ചെയ്യുള്ളൂ. അവിടെയാണ് നമ്മളുടെ വിജയവും പരാജയവും ഒക്കെ തീരുമാനിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന ഒന്നോ രണ്ടോ ആളുകളൊന്നുമല്ല, മറിച്ച് ഏറ്റവും നീതിപൂർവകമായി നമ്മൾ ആളുകൾക്ക് വേണ്ടി പണിയെടുത്താൽ മനുഷ്യർ നമ്മളുടെ കൂടെ നിൽക്കും, ദൈവത്തിൻ്റെ സഹായം നമ്മളുടെ കൂടെ ഉണ്ടാകും എന്നൊരു കാഴ്ചപ്പാടിൽ ഊന്നി നിന്നുകൊണ്ടുള്ള മുന്നോട്ട് പോക്കിന് നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നീതിബോധം നമ്മളുടെ ഭരണത്തിൻ്റെയും നമ്മളുടെ മുന്നോട്ട് പോക്കിൻ്റെയും സാമൂഹ്യ സേവനത്തിൻ്റെയും ഏറ്റവും അടിസ്ഥാന ഘടകമായി വർത്തിക്കണം എന്നുള്ളതാണ്. സാമൂഹ്യ സേവനം എന്നുള്ളത് നമുക്ക് വളരെ ചെറിയൊരു റെമ്യൂണറേഷനോ വളരെ ചെറിയ ഒരു സർക്കാർ സഹായമോ മാത്രമേ ഇത്തരം സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്നുള്ളതെന്നൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷെ സാമൂഹ്യ സേവനം എന്നുള്ളത് വലിയ മഹത്തരമായ ഒരു കർമ്മമാണ് എന്ന് തിരിച്ചറിയുകയും സത്യസന്ധമായി അത് നിർവഹിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഇൻസൈറ്റിനെ സൂചിപ്പിക്കാനുള്ളത്. കാരണം അതിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ നമ്മൾക്ക് ഉണ്ടാകുമെന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം.
കാരണം മറ്റുള്ളവരുടെ വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹി, മറ്റൊരാളുടെ സമൂഹത്തിലെ ഒരു പാവപ്പെട്ടവൻ്റെ, ഒരു ദുർബലനായവൻ്റെ, ഒരു ആളും ആരവവുമില്ലാത്തവൻ്റെ, ഒരു വ്യക്തിയുടെ സഹായത്തിനു വേണ്ടി അയാളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കുന്നവൻ്റെ കൂടെ ദൈവമുണ്ട് എന്ന വചനം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ വചനം യഥാർത്ഥത്തിൽ ഏറ്റവും അധികം ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുന്ന ആളുകൾ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകൾ എന്നത് ഏറ്റവും അധികം ഇത്തരം ഘട്ടങ്ങളിൽ, ഇത്തരം രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തും പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ബാധകമാകുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഒരു സഹായം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ മുന്നോട്ട് പോക്കിൽ ഉണ്ടാകും എന്നത് ഉറപ്പിച്ചുകൊണ്ട് തന്നെ സാമൂഹ്യ സേവന രംഗത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. മറ്റൊന്ന്, നമ്മളുടെ രാജ്യത്തും നമ്മളുടെ സമൂഹത്തിലും ഏറ്റവും അധികം കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന, നമ്മളെ ആകെ ഗ്രസിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് അഴിമതി എന്നുള്ളത്. സാധാരണഗതിയിൽ ഏറ്റവും ഫ്രഷായിട്ട് ഇത്തരം രംഗങ്ങളിലേക്ക് വരുന്ന ആളുകളൊക്കെ ഇവിടെയൊക്കെ അഴിമതി ഉണ്ടാകുമോ, അഴിമതി കാണിക്കുമോ എന്നൊക്കെ നമുക്ക് പോലും സംശയം തോന്നും. പക്ഷേ ഈ ഒരു ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ എല്ലാവരുടെ കയ്യിലും കുറച്ച് മധുരം പറ്റും എന്ന് പറയുന്നത് പോലെ ഇതൊരു മധുരം പറ്റാനുള്ള സന്ദർഭമാക്കി മാറ്റാതെ നമ്മൾ അവിടെ ഒരു വിശുദ്ധമായ ഒരു വിശുദ്ധിയുടെ നിറകൂടം. നമുക്ക് രാഷ്ട്രീയത്തിൽ തന്നെ എത്രയോ അധികം ആളുകളെ, വളരെ പരിണതപ്രജ്ഞരായ, ഞാൻ ആളുകളുടെ പേരൊന്നും പറയുന്നില്ല, നിങ്ങളുടെയൊക്കെ മുന്നിലേക്ക് അത്തരം ആളുകളുടെ വളരെ ചെറിയ സാഹചര്യത്തിൽ നിന്ന് തുടങ്ങി കേന്ദ്രത്തിൻ്റെയോ മറ്റോ വലിയ മന്ത്രിപദങ്ങളിൽ വർഷങ്ങളോളം ഇരുന്നിട്ടും അതേ രൂപത്തിൽ തന്നെ ആ സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിക്കുന്ന ആളുകൾ എത്രയോ അധികം എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും നമുക്ക് കാണാൻ സാധിക്കും. അതിന് വിരുദ്ധമായ എത്രയോ ആളുകളെയും നിങ്ങളുടെയൊക്കെ ചിന്തയിലും ആലോചനയിലും ഉണ്ടാകും. ഏറ്റവും ചെറിയ സ്ഥാനത്താവട്ടെ വലിയ സ്ഥാനത്താവട്ടെ, ആ സ്ഥാനത്തിരിക്കുമ്പോൾ അതിലൂടെ നമ്മളുടെ കൈകളിലേക്ക് അവിശുദ്ധമായ പണം എത്തുന്നില്ല എന്നും അത് എൻ്റെ അധ്വാനത്തിൻ്റെ, എൻ്റെ ജീവിതത്തിൻ്റെ വരുമാന മാർഗങ്ങളിലേക്ക് വരുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ ഓരോ വ്യക്തിയും ശ്രദ്ധിച്ചാൽ നാട് മുഴുവൻ നന്നായിട്ട് നമുക്ക് നന്നാവുമെന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. നമ്മൾ ഓരോരുത്തരും നന്നായാൽ അത് മുഖേന ഒരു നാട് നന്നായി തീരുന്നുള്ളതാണ്. ഈ കിട്ടുന്ന പണവും ഈ കിട്ടുന്ന സാഹചര്യങ്ങളുമെല്ലാം നമ്മുടെ ഗ്രാമത്തിന് വേണ്ടി, നമ്മുടെ ആളുകൾക്ക് വേണ്ടി പരമാവധി വിനിയോഗിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ സ്വാഭാവികമായി നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മളുടെ വരുമാനത്തിലും നമ്മളുടെ ചുറ്റുപാടിലും ഒരു വർധനവ് ദൈവമായി കാണിച്ചു തരും, അല്ലെങ്കിൽ നമ്മളുടെ വഴികളിൽ ഉണ്ടാകുമെന്നതാണ്. രാഷ്ട്രീയം എന്നതും പൊതുസേവനം എന്നുള്ളത് ഒരു തൊഴിലായി സ്വീകരിക്കുന്ന പ്രവണതയും, എന്താണ് തൊഴിൽ എന്ന് വെച്ചാൽ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് മറയില്ലാതെ പറയുന്ന ഒരു സാഹചര്യവും കേരളത്തിലുണ്ട്. അതിൽ നിന്ന് പുതിയ തലമുറ മാറി നിൽക്കണം. ഇപ്പോൾ ഒരുപാട് MLA-മാർ, വക്കീൽമാരായ MLA-മാരുണ്ട്, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ്സ് ആയിട്ടുള്ള MLA-മാരോ ഡോക്ടേഴ്സ് ആയിട്ടുള്ള MLA-മാരോ അങ്ങനെയുള്ള ആളുകൾ ഉത്തരേന്ത്യൻ തലങ്ങളിലോ അല്ലെങ്കിൽ നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും. അതേപോലെ തൊഴിൽ ചെയ്യുകയും ആ തൊഴിലിൻ്റെ കൂടെ സമയം കൃത്യമായി കണ്ടെത്തി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും ചെയ്യുക എന്നുള്ള, താഴേക്കടയിലുള്ള ഒരു വാർഡ് മെമ്പർ ആകുമ്പോൾ തന്നെ എല്ലാ പണിയും നിർത്തി, ഇന്നലെ വരെ പോയി ഇന്ന് മുഴുവൻ പണിയും നിർത്തി, ഇന്നു മുതൽ വാർഡ് മെമ്പറാണ് എൻ്റെ ജോലി എന്ന് വിചാരിച്ച് അവിടെ നിന്ന് പിന്നെ ആവശ്യമായ പണം കിട്ടാതെ വരുമ്പോഴാണ് ആളുകൾ ജീവിക്കാനുള്ള ഈ നെട്ടോട്ടത്തിനിടയിൽ ഇത്തരം അബദ്ധങ്ങളിലേക്ക് പോയി തീരാറുള്ളത്. അതിനു പകരം നമ്മൾക്ക് വരുമാനത്തിൻ്റെ കൃത്യമായ വഴികളുണ്ടെങ്കിൽ ആ വഴികൾ തുടർന്നു പോവുകയും രാഷ്ട്രീയം അതിൻ്റെ ഒരു ഭാഗമായി കൊണ്ടുപോവുകയും ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വരുന്ന ഭാവിയിലെ തലമുറക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ട ഏറ്റവും വലിയൊരു നന്മയുടെ ഒരു സാഹചര്യമാണ് എന്നുകൂടി നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. അങ്ങനെ ഒരു മൂല്യബോധമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കാൻ സാധിക്കുന്ന പുതിയ നഗരത്തെ, ഭാവനാത്മകമായി നമ്മുടെ നഗരത്തെയും നമ്മുടെ ഗ്രാമത്തെയും ഒക്കെ കണ്ട് അവിടെ കാലങ്ങളായി നടന്നു വരുന്ന കുറച്ച് കാര്യങ്ങൾക്കപ്പുറത്ത് പുതിയ തലമുറയെ മുന്നിൽ കണ്ടുകൊണ്ട്, പുതിയ ലോകഗതിയെ മുന്നിൽ കണ്ടുകൊണ്ട് അതിനെപ്പറ്റി പഠിക്കാനും ആലോചിക്കാനും ഒക്കെ ശ്രമിച്ച് അത്തരം സാഹചര്യങ്ങൾ നമ്മളുടെ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിലേക്ക് കൂടി കൊണ്ടുവരുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു നല്ല ജനസേവകരായി മാറാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കും.